പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, നിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് വീണ്ടും ഞങ്ങളെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു ഈശോയെ. നിന്നെ ഇങ്ങനെ അടുത്ത് നിന്ന് കാണുമ്പോൾ, ഹൃദയം ഇങ്ങനെ നിന്നോട് ചേർത്ത് വയ്ക്കുമ്പോൾ, ദിവ്യകാരുണ്യത്തിൽ നിൻ്റെ ഹൃദയം എനിക്കായി തുടിക്കുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈശോയെ. നിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്നെ പ്രതി നീ കുരിശിലൊഴുക്കിയ കണ്ണീരിൻ്റെ ചാല് നിൻ്റെ കവിളിൽ തെളിഞ്ഞു കാണുന്നുണ്ട് കർത്താവെ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിനും നിൻ്റെ കണ്ണീരിനും വില നൽകുന്ന നല്ല മക്കളായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ദിവസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ വേദനകളെയും ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ വിജയങ്ങളെയും പരാജയങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ. ഈശോയെ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവാലയങ്ങളെ ഓർത്ത്, സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹമായി, അഭിഷേകമായി, ഈശോയെ, സ്നേഹത്തിൻ്റെ വലിയ അനുഭവമായി നീ ഞങ്ങളിൽ നിറയണമേ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈശോയുടെ കൂടെ നിന്ന്, ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് അവൻ്റെ അനുഗ്രഹം വാങ്ങി നമ്മൾ ഈ ദിവസം സമാപിപ്പിക്കുകയാണ്. നമുക്കൊക്കെ പ്രിയപ്പെട്ട വിശുദ്ധയാണ് കൽക്കട്ടയിലെ മദർ തെരേസ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പുത്തൻ അനുഭവമൊന്നുമല്ല. മദർ തെരേസ എല്ലാ ദിവസവും ഉണർന്നു കഴിയുമ്പോൾ 1 മണിക്കൂർ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും, ദിവ്യകാരുണ്യയുടെ മുമ്പിൽ. അതിനുശേഷം അവൾ അവളുടെ ദൈനംദിന കൃത്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ചിലപ്പോൾ ചേരികളിൽ പോയിട്ട് പാവങ്ങളെ സഹായിക്കുക, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, പാവങ്ങളെ സഹായിക്കുക, ആലംബഹീനർക്കും വൃദ്ധർക്കും രോഗികൾക്കും ആശ്വാസമായിട്ട് മാറുക. അങ്ങനെ ഒരു ദിവസത്തിൻ്റെതായ സകല ജോലികളും ചെയ്ത് ടയേർഡായിട്ട് വന്ന് തമ്പുരാൻ്റെ മുമ്പിലിരിക്കും വൈകുന്നേരം 1 മണിക്കൂർ. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ 2 മണിക്കൂർ ഇങ്ങനെ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുക, എന്താണ് കിട്ടുന്നത്? അപ്പോൾ മദർ തെരേസ പറയുന്നൊരു കാര്യം, ഞാനൊരു ബൾബാണെങ്കിൽ എന്നിലേക്ക് പ്രവഹിക്കുന്ന വൈദ്യുതി, എന്നെ പ്രകാശിപ്പിക്കുന്ന വൈദ്യുതി എൻ്റെ ക്രിസ്തുവാണ്. ആ വൈദ്യുതി, ആ ഊർജം എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ദിവ്യകാരുണ്യ ഈശോയിൽ നിന്നാണെന്നാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്കൊരു ആശ്വാസമായി, ഒരു സ്നേഹത്തിൻ്റെ സാമീപ്യമായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഓർക്കുക, നമ്മളിൽ തെളിയുന്ന സ്നേഹത്തിൻ്റെ ഊർജം കർത്താവാണ്. ഈശോയുടെ സുവിശേഷം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ 51 വരെയാണ്. ഈശോ പറയുന്നത്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുന്നതാണ്. ഞാനാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്നത് എന്ന് കർത്താവിന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ഞാനാണ് ജീവൻ്റെ അപ്പം. ഈശോ ഇത് പറയാനായിട്ടുള്ള കാരണം, ജനങ്ങൾ വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, ഈ അപ്പം ഞങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും? ഈശോ പറയുന്നത്, നിങ്ങളെങ്ങും പോകണ്ട, ജീവൻ്റെ അപ്പം ഞാൻ തന്നെയാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്നുള്ളൊരു വലിയ ഉറപ്പ്. അപ്പോൾ നമ്മൾ കാണുക, ഏലിയാ പ്രവാചകനോട് കർത്താവ് പറയുന്നത്, എടുത്ത് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിൻ്റെ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായിരിക്കുമെന്നാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. തൻ്റെ ജീവിതത്തെ പേടിച്ച് ഓടുന്ന ഏലിയായോട് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എടുത്ത് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിൻ്റെ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമായിരിക്കും. ഏലിയ എടുത്ത് ഭക്ഷിച്ചു എന്നാണ് പറയുക. തൻ്റെ തലക്കിലിരിക്കുന്ന ഈ കല്ലിൽ ചുട്ടെടുത്ത അപ്പം ഏലിയ എടുത്ത് ഭക്ഷിച്ചു. അതിൻ്റെ ശക്തിയിൽ ഏലിയ പ്രവാചകൻ 40 രാവും 40 പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തിയെന്നാണ്. നമ്മുടെ ഈ ജീവിതയാത്രയിലും ജീവൻ നൽകുന്ന, ജീവൻ സംരക്ഷിക്കുന്ന ദിവ്യകാരുണ്യ ബോധ്യം എന്നും ജീവിതത്തിൽ ശക്തിയായിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കണ്ട, ഒന്നിനെയും ഭയപ്പെടണ്ട. സിമ്പിളായിട്ട് നടന്നേക്കുക, കർത്താവ് കൂടെ ഉണ്ട്, എത്തേണ്ടിടത്ത് അവൻ എത്തിച്ചിരിക്കും. ആരൊക്കെ തടഞ്ഞാലും,
ആരൊക്കെ വഴിയടച്ചാലും നിനക്ക് വഴി തുറക്കാൻ, നിനക്ക് വഴി തെളിക്കാൻ കർത്താവ് കൂടെയുണ്ട് എന്ന് ഈ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. അപ്പം എന്നേക്കും ജീവൻ നൽകുന്ന അപ്പമായ ഈശോയെ എന്നും ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യകാരുണ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപികളായ നമുക്കൊക്കെ എപ്പോഴും ആശ്വാസമാണ്. എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെല്ലാൻ പറ്റാവുന്ന ഒരിടമാണ്. ഒരു അപ്പൻ്റെ തുറന്ന ഹൃദയമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുക. ഒരു അമ്മയുടെ തുറന്ന മടിത്തട്ടാണ് ദിവ്യകാരുണ്യ ഈശോ എന്ന് പറയുക. ഈശോയിലേക്ക് എപ്പോഴും ചേർന്ന് നിൽക്കാനായിട്ട്, നമ്മൾ മാത്രമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈശോയുടെ ദിവ്യകാരുണ്യത്തെ വിലമതിക്കാത്ത ആരെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, ഒരുപാട് നാളുകളായിട്ട് ദിവ്യകാരുണ്യം സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ഒരുപാട് നാളുകളായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി ദിവ്യകാരുണ്യം ഹൃദയത്തിൽ കൈക്കൊള്ളാനായിട്ട് മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ, അവരൊക്കെ ഈ രാത്രിയിൽ വിശുദ്ധമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. എല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ദാനമായ ഈ ദിവ്യകാരുണ്യത്തെ പ്രതി നന്ദി പറയുന്നു. ഈശോയെ, നിൻ്റെ ദിവ്യകാരുണ്യം എന്നും ഞങ്ങൾക്ക് ജീവൻ്റെ ശക്തമായ കോട്ടയാണ്, ഞങ്ങളുടെ അഭിമാനമാണ്, സംരക്ഷണമാണ്. ഈശോയെ, ഞാനോ എൻ്റെ കുടുംബമോ എൻ്റെ പ്രിയപ്പെട്ടവരോ എൻ്റെ ഓർമ്മയിലുള്ള ആരെങ്കിലുമോ ഈശോയെ നിൻ്റെ ദിവ്യകാരുണ്യത്തെ വിലമതിക്കുന്നില്ലെങ്കിൽ, സ്നേഹിക്കുന്നില്ലെങ്കിൽ, ബഹുമാനിക്കുന്നില്ലെങ്കിൽ അവരെ ഓർത്ത് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, നിൻ്റെ ദിവ്യകാരുണ്യത്തിലേക്ക് തിരിച്ചു വരാൻ, ഒരു തുറന്ന ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ, ഒരു അമ്മയുടെ മടിത്തട്ടിൽ ചാഞ്ഞുറങ്ങുന്നത് പോലെ ഈശോയെ നിൻ്റെ മടിത്തട്ടിൽ നിന്ന് അഭയം കണ്ടെത്താൻ, നിൻ്റെ ദിവ്യകാരുണ്യത്തിൽ എന്നും സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്താൻ എന്നെ അനുവദിക്കണമേ. ഈശോയെ, എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരുപാട് ആളുകൾ, അവരൊക്കെ ഇപ്പോൾ നിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോയെ, വേദനിക്കുന്ന ഒരുപാട് മുഖങ്ങൾ ഇന്ന് ഞാൻ കണ്ടു, കരയുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടു, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാനുണ്ട്, നിരാശയിൽ കഴിയുന്ന ഒരുപാട് പേര്, രോഗത്താൽ കഴിയുന്നവർ. ഈശോയെ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നീയാണ് ജീവൻ നൽകുന്നത്. നിന്റെ അടുത്ത് വരുന്നവർക്ക് ആർക്കും ജീവൻ ലഭിക്കാതിരിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെയും ഈ ലോകം മുഴുവൻ്റെയും ജീവനായിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് നിന്റെ ആശീർവാദത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആത്മാവിന്നകതാരിനുള്ളിൽ അഭിഷേക ജ്വാലയായി നിറയും അവാച്യ സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് കുരിശ് അടയാളത്താൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.